രക്താംഗീം രക്തവസ്ത്രാം കരിവലോലസൽക്കുണ്ടലാം ചണ്ഡവസ്നാം ഹണ്ടോദ്യന്മുണ്ടമാലാം പരിസൽവലസൽഭൂതവശാസഹുണ്ടാം ഘോരാം ഘോരാട്ടഹാസാം കലകലകാലാസിരൗദ്രാം കപാലാസിരൗദ്രാം ത്രിനേത്രാം ശത്രുണാം പ്രാണഹന്ത്രീം ശിശുശിശുമൂടാം ഭാവയേ ഭദ്രകാളീം. ഫെബ്രുവരി 25 ആയി. മാർച്ച് 30 ഏനാനല്ലൂർ മഹിളമാർക്കാവ് ഭഗവതി ക്ഷേത്രം. മുത്തപ്പനായ കൊച്ചുപൂറ്റിയുടെ ഉപദേശപ്രകാരം അനിയനും ഞാനും 3 അനിയന്മാരും കൂടി നടത്തുന്നതായ ഒരു ഉത്സവം, തന്ത്രസ്ഥാനത്തോടുകൂടി നടക്കുന്ന ഉത്സവം. വടക്കോട്ട് ദർശനമായിരിക്കുന്ന ഉഗ്രമൂർത്തിയായിരിക്കുന്നതായ ഒരു ക്ഷേത്രം. അതുപോലെ തന്നെ വടക്ക് വശത്ത് നേരെ കാണുന്ന സ്ഥലം നമ്മൾ വാങ്ങി അവിടെ പൂങ്കാവനം ആയിക്കൊണ്ട് അവിടെ ഭഗവതിക്ക് ആവശ്യമായ പൂക്കൾ അടക്കം വെച്ച് പിടിപ്പിച്ചു. പിന്നീടുള്ള സ്ഥലങ്ങളിൽ ചുറ്റുമുള്ള സ്ഥലങ്ങളെ കൃഷി ചെയ്യാൻ കൊടുത്ത ഒരു പൈനാപ്പിൾ മുതലായവ കൃഷി ചെയ്ത് വരുന്നു. സുന്ദരമായ ഒരു തോടിൻ്റെ ഒരു പുഴയ്ക്ക് സമമാനായ തോട് അവിടെ തെക്കുന്ന് വടക്കോട്ട് ഒഴുകുന്നു. തെക്കുവശം ഉയർന്നും വടക്കുവശം താഴ്ന്നും കിഴക്കുവശത്തോടൊന്നും പടിഞ്ഞാറ് വശം താഴ്ന്നുവന്നതായ സകലവിധ ക്ഷേത്രമാണെങ്കിലും ഇല്ലങ്ങളാണെങ്കിലും വീടുകളാണെങ്കിലും ഐശ്വര്യവത്തായിത്തീരും. അങ്ങനെ നിരവധി വർഷങ്ങളുടെ പ്രവർത്തനത്തിന് ഫലമായി നിരവധി വർഷങ്ങളുടെ പ്രവർത്തനം ഒരു ശ്രീകോവിൽ മാത്രം ഉണ്ടായിരുന്നതായ ഒരു കാവിനെ പിന്നീട് ചുറ്റമ്പലങ്ങളുണ്ടായി. പിന്നീട് അവിടെ തലപ്പള്ളി പ്രത്യേകം പണിതു. അതിനുശേഷം വടക്കുവശത്തായിക്കൊണ്ട് സർപ്പ കാവ് വന്നു. സർപ്പ ദൈവങ്ങളെ പ്രതിഷ്ഠിക്കപ്പെട്ടു. 29, 30, 31 തീയതികൾ നടക്കുമ്പോൾ 29-ാം തീയതി വൈകിട്ട് അനിയൻ എം. എൻ. നാരായണൻ്റെ നേതൃത്വത്തിൽ സർപ്പബലി നടക്കും. സർപ്പബലിയിൽ എല്ലാ ഭക്തജനങ്ങൾക്കും പങ്ക് എടുക്കാവുന്നതാണ്. പങ്കെടുക്കണമെങ്കിൽ പങ്ക് കൊടുക്കുക തന്നെ വേണം. അങ്ങനെ പങ്ക് എടുക്കുന്നതായ പങ്ക് കൊടുക്കുക തന്നെ വേണം. അതിനുശേഷം സർപ്പബലിക്ക് ശേഷം അവിടെ നടക്കുന്നതായ ഈശ്വര അധീനമായ ഈശ്വര സ്വരൂപമായിരിക്കുന്നതായ കർത്താവിന് പൂജ. അതിനു മുമ്പായിക്കൊണ്ട് തന്നെ സർപ്പബലിക്ക് മുമ്പായിക്കൊണ്ട് മേശാന്തിയുടെ നേതൃത്വം നടക്കുന്ന ദീപാരാധനയ്ക്ക് ശേഷം സുഞ്ചി മാങ്കുളം ഞാൻ അവിടെ അത്താഴപൂജ കഴിക്കുമ്പോൾ ഭഗവതി കടാക്ഷിക്കുമ്പോൾ അത്താഴപൂജ ഞാനാണ് പതിവ് 29-ാം തീയതി വൈകിട്ട്. അത്താഴപൂജയ്ക്ക് ശേഷം ഞാൻ കഴിക്കുന്നതായ കർത്താവിന് പൂജ വളരെ വിശേഷമാണ്. കൗളമാർഗ രീതിയിൽ കുറച്ചും കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ട് കരിക്ക് പ്രവടി മുതലായ അവിടെ വലിയൊരു പൂജ കർത്താവിന് നടന്നതിന് ശേഷം പിറ്റേ ദിവസം വെളുപ്പിന് 6 മണിക്ക് ആരംഭിക്കുന്നതായ അഷ്ടദ്രവ്യ ഗണദേവം മരങ്ങാട് കേശവൻ നമ്പൂതിരി കീഴിലും അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ നടക്കുന്നതായ അഷ്ടദ്രവ്യ ഗണപതി ഹോമം രാവിലെ 8 മണിയോടുകൂടി സമാപിക്കും. അതിനുശേഷം നടക്കുന്നതായ മൃത്യുഞ്ജയ ഹോമം മരങ്ങാട് കേശവൻ നമ്പൂതിരിയുടെ നേതൃത്വത്തിൽ നടക്കുന്നതായ മൃത്യുഞ്ജയ ഹോമം. ആ മൃത്യുഞ്ജയത്തിന് ശേഷം സുനന്ദൻ അനിയനോ അല്ലെങ്കിൽ ഇളയ അനിയനോ ആരെങ്കിലും ഒക്കെ ആയിക്കൊണ്ട് അവിടെ കലശപൂജ നടക്കും. 25 കലശത്തിന് ഭദ്രകാളി ദേവിക്ക് കലശപൂജ നടക്കും. അതിനോട് ഒപ്പം തന്നെ പഞ്ചകന്യകകൾക്കായിക്കൊണ്ട് ഞാൻ അവിടെ പ്രത്യേക കലശ പൂജകൾ നടക്കും. ഒറ്റ കലശങ്ങൾ അനിയനാണ് പൂജിക്കുന്നത്, എം. എൻ. നാരായണനാണ് അല്ലെങ്കിൽ സുനന്ദനായിരിക്കും, ആരെങ്കിലും ഒരാൾ പൂജിക്കപ്പെടും. അതിനുശേഷം അവർ പൂജിക്കുന്നതായ ഒറ്റക്കലശങ്ങൾ പഞ്ചകന്യകൾക്ക് അവിടെ അഭിഷേകം കഴിച്ച് കഴിയുമ്പോൾ എന്നായിത്തീരുന്നു പാർവതീദേവിയുടെ തന്നെ സ്വരൂപങ്ങളായ ഭദ്രകാളി ദേവിയും പഞ്ചകന്യകളും തൃപ്തി ആവും എന്നർത്ഥം. അപ്പോൾ എവിടെയൊക്കെ അമ്മ ഒന്നേ ഉള്ളൂ, അച്ഛൻ പലതുണ്ടാവാം എന്നർത്ഥം. അപ്പോൾ ഭദ്രകാളി ഉപാസകരെ സംബന്ധിച്ചോളം സംശയമൊന്നുമില്ല, അവരെ രക്ഷിക്കാനായിക്കൊണ്ട് ഭദ്രം കലയതി ഇതി ഭദ്രകാളി, ഭദ്രത്തെ തരുന്നതായ
നമുക്കറിയാം ശ്രീരാമകൃഷ്ണ പരമഹംസർ ഭദ്രകാളി ഉപാസകനായിരുന്നു. വെൺമണിമാരും കൊടുങ്ങല്ലൂരമ്മേനിൻ കൺമണിയേറ്റു കവീശ്വരരായി. വെൺമണിമാരും കൊടുങ്ങല്ലൂരമ്മയുടെ കൺമണിയേറ്റ് കവീശ്വരരായെങ്കിൽ നമ്മളും അത്യാവശ്യം കവിത എഴുതുന്നു എന്നർത്ഥം. അപ്പോൾ കാവ്യാംഗനയെ പുണരണമെങ്കിൽ ഭദ്രകാളി ദേവിയുടെ അല്ലെങ്കിൽ പാർവതി ദേവിയുടെ അല്ലെങ്കിൽ പഞ്ചകന്യകളുടെ അനുഗ്രഹം വേണം. അപ്പോൾ വാഗ്ദേവതയായ സരസ്വതീ ദേവി ആയിക്കൊണ്ട് തന്നെയായ എല്ലാ ചൈതന്യങ്ങളും ഒന്നായ ഒറ്റ അമ്മയേ ഉള്ളൂ, ഒരൊറ്റ ദേവീ ചൈതന്യമേ ഉള്ളൂ. ആ ദേവീ ചൈതന്യം അമ്മയെ, സ്വന്തം അമ്മയെ അല്ലെങ്കിൽ അമ്മായിയമ്മയെ എന്തെങ്കിലും പറയാം, ഭർത്താവിൻ്റെ അമ്മയെ പൂജിക്കാതെ, അമ്മയോട് പറയാതെ, അല്ലെങ്കിൽ അമ്മ പ്രത്യക്ഷ ദൈവമായ അമ്മയെ നമസ്കരിക്കാതെ എവിടെ പോയിട്ടും കാര്യമില്ല. നമുക്കറിയാം മുത്തപ്പൻ്റെ കൊച്ചുകുട്ടിയുടെ പരമ്പരകളായ എല്ലാവരും ഒരു ദിവസം പോലും അമ്മയെ സ്മരിക്കാതിരിക്കുകയോ അമ്മയെ നമസ്കരിക്കാതിരിക്കുകയോ ചെയ്യുന്നില്ല എന്നർത്ഥം. അമ്മയോട് മറച്ചു വെക്കേണ്ടതായ ഒരു കാര്യങ്ങളുമില്ല. നമുക്ക് ജന്മം നൽകിയ അമ്മയാണ്. അമ്മയെ മറച്ചു വെച്ചുകൊണ്ട് ഒരു കാര്യം ചെയ്യരുത്. അത് കലശം കഴിച്ചുകൊണ്ടോ പൂജ കഴിച്ചുകൊണ്ടോ ഗുരുതി കഴിച്ചുകൊണ്ടോ ഒരർത്ഥമില്ല. അപ്പോൾ അമ്മയോട് സംസാരിക്കാവുന്ന വിഷയങ്ങൾ ലോകത്ത് ആലോചിച്ചു കഴിഞ്ഞാൽ എത്രയോ ഉണ്ട്. എന്തും സംസാരിക്കാവുന്ന ഒന്നാണ് അമ്മ. അതാണ് അമ്മയുടെ പ്രത്യേകത. അച്ഛനോട് നമുക്ക് സംസാരിക്കാൻ പറ്റില്ല, അച്ഛൻ കുറച്ച് ഗൗരവക്കാരനൊക്കെ ആയിരിക്കും. അമ്മയോട് ഒരു കാര്യവും മറച്ചു വെക്കരുത്. എവിടെ പോവുകയെന്ന് പറയണം, എവിടെ നിന്ന് വരുന്നു പറയണം, എപ്പോൾ വരുന്നു പറയണം, ഇന്ന കാര്യങ്ങൾക്കാണ് പോകുന്നത് എന്ന് അമ്മയോട് പറയണം. അപ്പോഴേ അനുഗ്രഹ കല വർദ്ധിക്കുകയുള്ളൂ. അപ്പം എന്തായാലും ബേസ് നമുക്ക് ജന്മം നൽകിയ അമ്മയാണ്. ആസ്ഥാന്താവതീയം പ്രസൂതി സമയേ ദുർവാന ശൂലവ്യഥ നൈരുച്യം തനുശോഷണം മലമയീ ശയ്യാച സംവത്സരി ഏകസ്യാപിന ഗർഭഭാരഭരണക്ലേശസ്യക്ഷമോദാതും ദുഷ്കൃതിം ഉന്നതോപി തനയ തസ്യൈ ജനന്യൈ നമ. അവിടെ ശങ്കരാചാര്യസ്വാമികൾ സർവജ്ഞപീഠം കയറിയ ഒരാളാണ്. എന്നിട്ടും കൂടി അമ്മയുടെ അവസാനകാലം വളരെ സെക്കൻഡ് കൊണ്ട് അവിടെ യോഗമാർഗം സ്വീകരിച്ചുകൊണ്ട് അമ്മയുടെ അവസാന ശ്വാസത്തിൽ മുമ്പായിക്കൊണ്ട് വെള്ളം കൊടുക്കാനെത്തി അമ്മയുടെ ചടങ്ങുകൾ സന്യാസിയായിരുന്നത് കുട്ടുപോലും നിർവഹിച്ചു എന്നർത്ഥം. വായുമാർഗത്തിലെത്തി എന്നർത്ഥം. അപ്പം സർവജ്ഞപീഠം കയറിയ ഒരാൾക്ക് പോലും അമ്മയെ നമസ്കരിക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ, അമ്മയോട് എല്ലാ കാര്യങ്ങളും തുറന്ന് സംസാരിക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് അറിവില്ലായ്കയുണ്ടോ? സർവജ്ഞപീഠം കയറിയ ഒരാൾ അദ്ദേഹത്തിന് അറിവില്ലായ്കയല്ലല്ലോ. അപ്പോൾ അറിവ് കൂടുന്തോറും ഐശ്വര്യങ്ങൾ കൂടുന്തോറും അമ്മയെ മറക്കരുത് എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് എല്ലാവരെയും എല്ലാ അർത്ഥത്തിലും ഏനാനുള്ളൂർ മഹിളമാർക്കാവ് ക്ഷേത്രത്തിലേക്ക് സ്വാഗതം ചെയ്യുമ്പോൾ എപ്പോഴും അവിടെ ഫുൾ ടൈം ഞങ്ങൾ എല്ലാ ആത്മീയമായിട്ടും എല്ലാ രീതിയിൽ തന്നെ അവിടുത്തെ ഉത്സവത്തിനായിക്കൊണ്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. പിറ്റേ ദിവസം നടക്കുന്നതായ മേശാന്തിയുടെ നേതൃത്വത്തിൽ വളരെ ഗംഭീരമായ രീതിയിൽ വളരെ അപൂർവമായ പൂരം ഇടി, അത് മഞ്ഞപ്പൊടി, പൂക്കില, പച്ച അടയ്ക്ക മുതലായ കൊണ്ട് ഇടിച്ച് പ്രത്യേകം അവിടെ മന്ത്രങ്ങളെ കൊണ്ട് എല്ലാവരും നാമം ജപിച്ചുകൊണ്ട് അത് പൂര ഇടിച്ച് അത് ഭഗവതിയെ നേദിച്ച് അതൊരു താമ്പൂലം എന്നൊരർത്ഥത്തിൽ തന്നെ ഭഗവതിക്ക് നേദിച്ച് എല്ലാവർക്കും വിതരണം ചെയ്യുമ്പോൾ അവിടെ ആ ലോകം മുഴുവൻ, ആ നാട് മുഴുവൻ ഐശ്വര്യത്തായി തീരും എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഞങ്ങളാരും ഈ പറഞ്ഞ പോലെ തന്നെ ഒരു ശാന്തിക്കാരനാൽ തന്നെയാണ് അല്ലെങ്കിൽ ഒരു സുഹൃത്തായിട്ട് തന്നെയാണ്, വലിയ തന്ത്രി എന്ന രീതിയിൽ അവിടെ പെരുമാറാറില്ല. അത്രയേറെ ഒരു ആത്മബന്ധമാണ് അവിടുത്തെ ഭഗവതിയും കമ്മിറ്റിക്കാരും തമ്മിൽ. അപ്പോൾ അങ്ങനെയുള്ളതായ വരാൻ പോകുന്നതായ ഏനാനുള്ളൂർ ഭഗവതിയുടെ അനുഗ്രഹം കിട്ടാൻ തന്ത്രിമാരായ ഞങ്ങൾക്കും തടസ്സങ്ങളില്ലാതെ തന്നെ പൂജകളും അതുപോലെ തന്നെ മന്ത്രങ്ങളും ജപിക്കാനുള്ളതായ ഒരു സാഹചര്യം എല്ലാവരും മനസ്സൊരുക്കി പ്രാർത്ഥിക്കുക. വിജയിക്കേണ്ടത് ഏനാനല്ലൂർ ഭഗവതിയാണ്. തന്ത്രിമാരായ ഞങ്ങളല്ല എന്ന് ഓർമ്മിപ്പിക്കുമ്പോൾ അവിടെ അവസാനം നിമിഷം കലശമാടിക്കുമ്പോൾ അവിടെ എല്ലാം ഒന്നായിത്തീരുന്നു. വിജയിക്കുന്നതാ നാടും തന്ത്രിയും അവിടുത്തെ കമ്മിറ്റിക്കാരും അവിടെ നിന്ന് പൂജിക്കുന്നതായ അവിടെ ഓരോ പൂവാണെങ്കിലും കൊണ്ടുവയ്ക്കുന്നതായ നൈവേദ്യമൊക്കെ എത്തിക്കുന്നതായ ഭക്തജനങ്ങളാണ് എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് എല്ലാവർക്കും എല്ലാ അർത്ഥത്തിലും അവിടെ ഒരുപാട് പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ നടക്കേണ്ടതുണ്ട്. അതിൻ്റേതായ ഒരു നാണയമാണെങ്കിലും ഒരു നാണയത്തിന് വിലയുണ്ട്, വെറുതെ കിട്ടില്ല ഒരു രൂപ പോലും. അപ്പോൾ ഒരു നാണയത്തിന് പോലും വിലയുണ്ട്. ഒരു നാണയമാണെങ്കിലും ആ ദേവിയുടെ പാദങ്ങളിൽ സമർപ്പിക്കാൻ സാധിക്കട്ടെ എന്ന് ഓർമ്മിപ്പിക്കുന്നു. എല്ലാവരെയും ഏനാനല്ലൂർ മഹിളമാർക്കാവ് ഭഗവതി ക്ഷേത്രത്തിലെ ഉത്സവത്തിലേക്ക് അവിടുത്തെ എല്ലാ കാര്യങ്ങളിലേക്കും
അവിടുത്തെ സംഭാവന കാര്യങ്ങൾ, പറ നടക്കൽ, എല്ലാ കാര്യങ്ങളും അവിടെ ഉണ്ട്. സർപ്പവലി മുതലായതിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു.